എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഞങ്ങൾ വെക്കേഷൻ യാത്രയിലാണ്. അപ്പോൾ ചെന്നൈയിൽ നിന്നും വാഗമണിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ നിന്നും നേരെ കോട്ടയത്താണ് ഇറങ്ങിയത്. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഞങ്ങൾ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അവിടെ നിന്ന് കാറിൽ പിക്ക് ചെയ്ത് ഞങ്ങളെ നമ്മുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. ഞങ്ങൾ റിസോർട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കൂ. നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്തതെന്നും അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 1 hour കൂടുതലുണ്ട് നമ്മുടെ ഈ റിസോർട്ടിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് പാലറ്റ് ഹിൽ വ്യൂ റിസോർട്ട് എന്നാണ് ഈ ഒരു റിസോർട്ടിന്റെ പേര്. അപ്പോൾ നമ്മൾ ഇവിടെ റിസോർട്ടിലെത്തി. നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ ടൈം വന്നിരിക്കുന്നത് 1 o'clock ചെക്ക് ഇൻ ടൈം. പക്ഷെ ഞങ്ങളിവിടെ 11 o'clock തന്നെ എത്തിയായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ എത്തി. നമ്മുടെ ട്രെയിന് കുറച്ച് നേരത്തെ രാവിലെ തന്നെ എത്തിയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുവാണ്. അപ്പം ഇത് കുറച്ച് ഹിൽ ഏരിയയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. ജൂനിയർ സ്യൂട്ടും അതുപോലെ ലക്ഷറി റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്നത് ലക്ഷറി റൂമാണ്. പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പോൾ ഇത് കോമൺ സ്വിമ്മിംഗ് പൂളാണ്. എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൂളാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പൂളിന്റെ സൈഡിൽ വന്നിട്ട് ഒന്ന് നോക്കിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പൂളിന്റെ സൈഡിൽ നിന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് ഈവനിങ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് താഴോട്ട് ഒരു കിഡ്സ് പാർക്ക് ഉണ്ട്, ഒരു ചെറിയൊരു പാർക്ക്. പിന്നെ അതുപോലെ തന്നെ ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കാനുള്ള, ഈ ചെടികളുടെ ഇവിടെയൊക്കെ വന്ന് നിന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ഇവിടെ മൊത്തത്തിലൊന്ന് ചുറ്റി കാണുവാണ്. അപ്പോൾ താഴോട്ടാണ് കിഡ്സിന്റെ ഒരു പ്ലേ ഏരിയ വരുന്നത്. വളരെ ചെറിയൊരു പ്ലേ ഏരിയ ആണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, കുറച്ചും കൂടി നമുക്ക് എന്താണ് സമാധാനമുള്ള ഒരു പ്ലേസിലാണ് ഈ ഒരു റിസോർട്ട് ഇരിക്കുന്നത്. അപ്പോൾ വേറെ വലിയ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവിടെ തന്നെ വരുന്ന വഴിയിൽ വേറെയും ഒത്തിരി റിസോർട്ടുകൾ കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു റിസോർട്ടാണ്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ്. ലഞ്ചും ഡിന്നറും നമ്മൾ പൈസ കൊടുത്താണ് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 2 nights ആണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള റൂം ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടിയ കാരണം കൊണ്ട് ഇവിടെ വന്ന് കുറച്ച് നേരം ആമി എന്ന് ഇവിടെ പ്ലേ ഏരിയയിലൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഇതാണ് ഇൻഡോർ ഗെയിംസ്. അപ്പോൾ ഇവിടെ ഇവരുടെ 2nd ഫ്ലോറിലാണ് ഇവിടുത്തെ ഇൻഡോർ ഗെയിംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെസ്സും ക്യാരംസും അങ്ങനത്തെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് സമയം കുറച്ച് കൂടുതലുള്ള കാരണം കൊണ്ട് ആദ്യമേ തന്നെ വന്നിട്ട് ഒരു ടീ കുടിച്ചായിരുന്നു. അങ്ങനെ ടീ ഒക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ഒക്കെ ചെയ്തിരുന്നപ്പോൾ നമുക്കവർ വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്ക് ഇൻക്ലൂഡിങ് ആയിരുന്നു നമ്മുടെ ഈ ഒരു പാക്കേജിൽ. പിന്നെ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള റൂം. ഇതാണ് ലക്ഷറി റൂം. അപ്പോൾ ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബെഡൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതും ബാത്റൂം ഒക്കെ കുറച്ചും കൂടി നല്ല വലിയ റൂമാണ്. അതുകൊണ്ടാണ് അതിന് ലക്ഷറി റൂം എന്ന് പറയുന്നത് തന്നെ. പിന്നെ ഇവിടുത്തെ ഒരു റേറ്റ് എന്ന് പറയുന്നത്, ലക്ഷറി റൂമിന്റെ റേറ്റ് 6,000 to 10,000 ആണ് വരുന്നത്. ഇപ്പം നമ്മൾ സീസൺ ടൈമിലായതുകൊണ്ട് ഞങ്ങൾക്ക് 10,000 ആയി. ഇല്ലാന്നുണ്ടെങ്കിൽ 6,000 ആ ഒരു റേഞ്ചിനൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ജൂനിയർ സ്യൂട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റൂം ചെറുതായിരിക്കും, ഇത്രയും വലിയ സൈസ് ആയിരിക്കത്തില്ല. പിന്നെ അവർ നമ്മളോട് പറഞ്ഞത് ഒരു 9 months ആയിട്ടേ ഉള്ളൂ ഈ ഒരു ലക്ഷറി റൂം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ലക്ഷറി റൂമിൽ തന്നെ ജാക്യൂസിയും കൂടെ ഉണ്ട്. അപ്പോൾ അതും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, നല്ല വെളിച്ചമുള്ള, നമുക്ക് ബാൽക്കണിയിൽ നിന്ന് നോക്കിയാലൊക്കെ നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു റൂമായിട്ടാണ് തോന്നിയത് കേട്ടോ. പിന്നെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ബാത്റൂം നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. റൂം ആണെങ്കിലും ഒക്കെ നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടി നല്ല വെളിച്ചമുള്ള വാം ലൈറ്റും അല്ലാത്ത വൈറ്റ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരത്തെ ലഞ്ച് കഴിക്കുന്ന സമയമായപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ലഞ്ചും ഡിന്നറും ഒക്കെ കുറച്ച് നേരത്തെ നമ്മൾ ഓർഡർ ചെയ്യണം. ഒരു 1 hour മുന്നേ ഒക്കെ പറഞ്ഞാൽ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിന് മുന്നേ നമ്മൾ വന്ന് ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയും പിന്നെ ബീഫ് ഇലയിൽ പൊള്ളിച്ചതും അതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ മീൽസ് കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് നടക്കാനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് മെയിൻ റോഡിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വ്യൂസ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ വെറുതെ റൂമിൽ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇറങ്ങിയത്
ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും സൈറ്റ് സീയിങ്ങിന് പോകുന്നില്ല, നെക്സ്റ്റ് ഡേ ആണ് പോകുന്നത്. അപ്പോൾ എന്തായാലും റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളിത് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ വന്ന സമയത്ത് ജാക്കുസി റൂം ഓപ്പൺ അല്ലായിരുന്നു. പിന്നീട് നമ്മൾ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം വന്നിട്ട് ജാക്യൂസിയൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ അത് എന്തോ കംപ്ലൈൻറ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ ജാക്യൂസിയുടെ ഇവിടെ കുറച്ച് നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇവിടുത്തെ കേർട്ടൻ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കണ്ടോ പുല്ലൊക്കെ കിടക്കുന്നൊരു പോർഷൻ അത് കാണാൻ പറ്റും. അത് ശരിക്കും നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പോർഷനാണ്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റാലും ഒക്കെ നല്ല ഭംഗിയാണ് ഇവിടുത്തെ വ്യൂ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈവനിങ് ആണ്. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒത്തിരി സ്പേസ് ഉണ്ട്. നമുക്ക് ആ ഭാഗത്തൊക്കെ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ പുല്ല് കിടക്കുന്ന ഭാഗം കണ്ടോ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പൂളിൻ്റെ സൈഡിലേക്ക് വന്നു. അപ്പോൾ ഓൾറെഡി അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയതിന് ശേഷമാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും സൂര്യാസ്തമയം കാണാൻ പറ്റും, സൺസെറ്റ് കാണാൻ പറ്റും. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ ഒരു വ്യൂ കാണാനായിട്ട്. പിന്നെ ഫ്രണ്ടിലോട്ടൊക്കെ ഒത്തിരി തേയിലത്തോട്ടമൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആമിക്ക് സ്വിമ്മിങ് അറിയത്തില്ല, അപ്പോൾ ഹസ്ബൻഡും കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിച്ച് വേണം ഇങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട്. വലുതായിട്ട് ആഴമില്ല കേട്ടോ. അപ്പോൾ ആമി ഇപ്പം നിൽക്കുന്ന ഈ ഒരു പൂളിൻ്റെ ഈ സൈഡിൽ കുട്ടികൾക്ക് ഇറങ്ങാനുള്ള സ്ഥലമാണ്. മറ്റേ സൈഡിൽ കുറച്ചും കൂടി വലിയ ആൾക്കാർക്കും കുറച്ചും കൂടി ഹൈറ്റുള്ള കുട്ടികൾക്കൊക്കെ പറ്റുന്ന സ്ഥലമാണ്. അത് കുറച്ചും കൂടി ആഴമുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മേലോട്ട് കെട്ടി, അതായത് കുറച്ചും കൂടി ഹൈറ്റിൽ നിൽക്കുന്ന പൂളാണ്. പിന്നെ ഹസ്ബൻഡ് അവളെ ഇങ്ങനെ നീന്തലൊക്കെ പഠിപ്പിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആമ ഇട്ടേക്കുന്ന ഒരു സ്വിമ്മിംഗ് ഡ്രസ്സ് കണ്ട അത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഹസ്ബൻഡിന് എടുത്തേക്കുന്നത് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നൈറ്റ് ആയപ്പോഴത്തേക്കും പോയി കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഫ്രഷൊക്കെ ആയതിന് ശേഷം ഒന്ന് ഡിന്നർ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒന്ന് പുറത്തേക്ക് വന്നു. പിന്നെ കുറച്ച് നേരം ഒന്ന് റൂമിലൊക്കെ ഇരുന്ന് നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിന്നറിന് പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി വന്നപ്പോൾ ഡിന്നർ ആയിട്ടില്ല. പിന്നെ നമ്മളവർ ഇൻഫോം ചെയ്യും, നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ലാൻഡ് ലൈനിൽ വിളിക്കുക. അപ്പം ഞാനിങ്ങനെ വന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡിന്നറിന് ബൊഫേ ആയിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ നമുക്ക് ബൊഫേ തന്നെയാണ്. അങ്ങനെ അന്നത്തെ ഫസ്റ്റ് ഡേ അങ്ങനെ പോയി. പിന്നെ അത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ 6 മണിയായപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ എഴുന്നേറ്റ് നമ്മൾ ശരിക്കും ആമയുടെ കളിക്കുന്ന ഒരു സൈഡ് ഉണ്ടല്ലോ അവിടോട്ട് പോയി കഴിഞ്ഞാൽ സൺറൈസ് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ പോയില്ല. നല്ല തണുപ്പായിരുന്നു, നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ക്ലൈമറ്റ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്കിവിടെ ചെന്നൈയിൽ അത്ര തണുപ്പ് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, കാരണം രാവിലെ നല്ല തണുപ്പായ കാരണം കൊണ്ട് പുറത്തിറങ്ങണ്ടെന്ന് കരുതി. കോൾഡൊക്കെ ആയിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ബാൽക്കണിയിലുള്ള രാവിലത്തെ വ്യൂ ഉണ്ടല്ലോ അത് അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ സൈഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഹിൽ ഏരിയ ആണ് കാണാൻ പറ്റുന്നത്. വേറെയുള്ള ബിൽഡിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല. തൊട്ട് അകലത്തേക്ക് മാറിയിട്ട് 1-2 വീടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വേറെ ശല്യമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഫാമിലി മെമ്പേഴ്സാണ് വന്നിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻസും തമിഴ്നാടും ഒക്കെ ഉള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മലയാളികളായിട്ട് ഞങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോഴാണ് മലയാളീസൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അതേ ഞങ്ങളിതേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കോംപ്ലിമെൻ്ററി ആണ് ബ്രേക്ക്ഫാസ്റ്റ്, ഫ്രീ ആണ്, പൈസ കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ ബൊഫേ ആണ്, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുത്ത് കഴിക്കാം. സെൽഫ് സെർവ് ആണ് ചെയ്യേണ്ടത്, അല്ലാതെ നമുക്ക് അവർ എടുത്ത് തരത്തില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാം. പിന്നെ സാമ്പാറും ഇഡ്ഡലിയും പിന്നെ ബട്ടൂരയും പിന്നെ ചന്നാ മസാല പിന്നെ കേസരി, പിന്നെ നമുക്ക് ഇഡ്ഡലിക്ക് തന്നെ ചട്നി, കാര ചട്നിയും വൈറ്റ് ചട്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബൊഫേ ആയ കാരണം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞങ്ങൾ വളരെ കുറച്ചാണ് ഭക്ഷണം കഴിച്ചത്, ആവശ്യത്തിന് മാത്രം എടുത്ത് കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ ബ്രെഡും ജാമും പിന്നെ ബട്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇത് ചോക്കോ ബൈറ്റ്സ് ഒക്കെ പാലിൽ മിക്സ് ചെയ്യുന്ന ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്.
പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു, പിന്നെ പുട്ടും കടലക്കറിയും ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുത്തപ്പോഴാണ് കണ്ടത്, ഇല്ലെങ്കിൽ ഞാൻ ആദ്യമേ അത് തന്നെ എടുത്തേനെ. പിന്നെ കോഫിയും ടീ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ടീ ഉണ്ട്, ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള അളവിന് എടുത്ത് കഴിക്കാം. ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കുറേ സാധനങ്ങൾ ഞാൻ കണ്ടത് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഭക്ഷണമൊക്കെ നല്ല പക്കയായിരുന്നു കേട്ടോ, നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഷെഫ് ശരിക്കും പറഞ്ഞാൽ ആ സാറ് ഇവിടെ തമിഴ്നാട്ടിലുള്ളതാണ്, ചെന്നൈയിലുള്ള ആളാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ മെയിൻ ആയിട്ടുള്ളൊരു കുട്ടി നേരത്തെ കണ്ടില്ലേ, ആ ഒരു കുട്ടിയാണ് കേട്ടോ. ശ്വേത എന്നാണ് പേര്. പുള്ളിക്കാരി നേപ്പാളിയാണ്, പക്ഷേ നന്നായിട്ട് മലയാളം സംസാരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തന്നതും ഞങ്ങളെ ലാസ്റ്റ് വരയ്ക്കും നല്ലതായിട്ട് സർവീസ് ചെയ്ത് തന്നൊരു കുട്ടിയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതേ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനിന്ന് ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആമിക്ക് ചൂടുവെള്ളമാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നിട്ട് ആ ഒരു പുല്ല് കിടക്കുന്ന സ്ഥലം പറഞ്ഞില്ലേ, നമ്മുടെ റെസ്റ്റോറൻറ്റിന് നേരെ ഓപ്പോസിറ്റ്, അവിടെ വന്നിട്ട് ഒന്ന് വ്യൂ ഒക്കെ ഒന്ന് നോക്കുന്നതാണ്. അപ്പോൾ താഴത്തേക്കുള്ള താഴെ കാണുന്നില്ലേ ഒരു തേയിലത്തോട്ടം, അങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. നമ്മളത് നെക്സ്റ്റ് ഡേ ആണ് പോയേക്കുന്നത്. അപ്പോൾ അതേ ആമി കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത്. അപ്പോൾ നമുക്ക് കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഡേ നമ്മൾ സെക്കൻഡ് ഡേ നമ്മൾ എന്തായാലും സൈറ്റ് സീയിങ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാറ് വരും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരുങ്ങി റെഡിയായിട്ട് നിന്നിട്ടുണ്ട്. ഞാൻ സ്വെറ്റർ ഇട്ടിട്ടുണ്ടെങ്കിലും വലിയ തണുപ്പൊന്നും ഇല്ല. പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ തെർമലൊക്കെ കൊണ്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പ് ഒട്ടും തന്നെ അറിയാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ വന്നേക്കുന്നത് വാഗമൺ മെഡോസിലാണ്. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ കാറ് ബുക്ക് ചെയ്തേക്കുന്നത് അത് സെപ്പറേറ്റ് പൈസയാണ് നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നിട്ടുള്ളതല്ല. ഹോട്ടൽ സ്റ്റേ സെപ്പറേറ്റ് പൈസയും ഇത് അല്ലാതെ കൊടുക്കേണ്ട പൈസയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഈ വാഗമൺ മെഡോസിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഈ ഒരു പാറ കണ്ടായിരുന്നു. അതൊരു തങ്ങൽ പാറ എന്ന് പറയും. അത് മുസ്ലിംസിന്റെ പള്ളിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അതൊക്കെ നമുക്ക് കുറച്ച് ട്രക്കിംഗ് പോലത്തെ ഒരു ഏരിയ ആണ്, നമ്മളെ കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. നിങ്ങൾ നേരെ മെഡോസിലേക്ക് വന്നിട്ട് ഇവിടെ വന്നതേ ഹസ്ബൻഡിന് സിപ്പ് ലൈനിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഹസ്ബൻഡ് സിപ്പ് ലൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ചെറിയൊരു ടെൻഷനും പേടിയും ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോടും കയറാൻ പറഞ്ഞു, പക്ഷേ ഞാൻ കയറിയില്ല. സ്കൈ സൈക്ലിങ്ങും സിപ്പ് ലൈനും അതിൻ്റെ ഒരു കോംബോ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ. ഹസ്ബൻഡ് സിപ്പ് ലൈൻ ചെയ്ത് ലാസ്റ്റ് പോർഷനിൽ പോയി ഇറങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരികെ നമ്മൾ നടന്ന് വേണം വരാനായിട്ട്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതറിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒത്തിരി പേര് സിപ്പ് ലൈനിൽ കയറിയില്ല കേട്ടോ. കാരണം തിരികെ നടന്ന് വരണമല്ലോ എന്ന് ഓർത്തിട്ടാണ് വരാത്തത്, ഒരുപാട് പേര് കയറാത്തത്. പിന്നെ അത് ഇങ്ങറ്റത്തേക്ക് അപ്പുറത്തെ എൻഡിലേക്ക് പോയിട്ടുണ്ട് സിപ്പ് ലൈൻ വഴി. പിന്നെ ഹസ്ബൻഡ് നടന്ന് നേരെ ഞങ്ങൾ നിൽക്കുന്നിടത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മെഡോസിൽ അത്യാവശ്യം നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ എപ്പോഴും ഈ സീസൺ ടൈമിൽ തന്നെയാണ് എല്ലായിടത്തും പോകുന്നത്. കാരണം ആ സമയത്താണ് ഹസ്ബൻഡിന് ലീവ് കിട്ടത്തുള്ളൂ, ആമയ്ക്കും ലീവ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ പോയാൽ ഒരുപാട് ആൾക്കാർ കാണും, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലർ അങ്ങനെ അല്ലല്ലേ, സീസൺ അല്ലാത്ത സമയത്ത് പോകുമല്ലേ, ഓഫ് സീസണിൽ പോകുന്ന ആൾക്കാരുണ്ട് യാത്രകൾ. പക്ഷെ ഞങ്ങൾക്ക് യാത്രകൾ ചെയ്യാനായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടം കൂടുതൽ സീസൺ ടൈമിൽ പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ മെഡോസിൻ്റെ അവിടുന്ന് സിപ്പ് ലൈൻ കഴിഞ്ഞിട്ട് അപ്പുറത്തെ മലയിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇത് കുറച്ച് റിസ്കി ആയിരുന്നു കേട്ടോ, നമുക്ക് നടന്ന് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഞാനതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. ഞങ്ങൾ കാലൊക്കെ സ്ലിപ്പ് ചെയ്ത് ആമി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ കരയൊക്കെ ചെയ്തു. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരികെ വരുന്ന വഴിയിൽ തന്നെ ഈ മെഡോസിൽ തന്നെയാണ് കിഡ്സ് ബോട്ടിങ് കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതും ആമി ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾക്ക് ഈ ബോട്ട് ഓടിക്കാനായിട്ട്. പിന്നെ അവൾ അത് പ്രാക്ടീസ് ചെയ്ത് അവൾക്ക് അതിൻ്റെ സ്കില്ല് മനസ്സിലായപ്പോൾ കുറച്ച് നല്ല ഫാസ്റ്റായിട്ട് ഓടിച്ചു തുടങ്ങി. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, വാഗമണ്ണിലും നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ പോകുന്ന അതേപോലെ തന്നെയാണ്. പക്ഷേ ഊട്ടിയിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കൊടൈക്കനാലും പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം.
അതിന് മുന്നത്തെ വർഷം ഊട്ടിയിലാണ് പോയത്, ഡിസംബർ മാസം. അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്, നമുക്ക് താങ്ങാൻ പറ്റില്ല, -ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അത്രത്തോളം തണുപ്പില്ല. പിന്നെ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പൈൻ ട്രീയിലേക്ക് വന്നിട്ടുണ്ട്, പൈൻ കാടുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഈ തിരക്കിനിടയിലാണ് കയറി വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെയും ടിക്കറ്റ് എടുക്കണമായിരുന്നു. ടിക്കറ്റ് എടുത്ത് നേരെ താഴോട്ടേക്ക് വന്നിട്ട്, അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കൊണ്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഫോട്ടോ സെക്ഷന് അവർ പറഞ്ഞേക്കുന്ന റേറ്റ് വിത്തൗട്ട് ഫ്രെയിം ആണെങ്കിൽ 500 ആണ്. കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും നമുക്ക് ഇതൊരു മെമ്മറി ആണല്ലോ. നമ്മൾ ഫോണിൽ എടുക്കുന്ന ഫോട്ടോയെക്കാളും കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി കിട്ടുമല്ലോ. അപ്പോൾ കുറച്ചും കൂടി വലിയ ഫ്രെയിമാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിന് 500 ആണ് മേടിച്ചത്. വിത്ത് ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ 1000ഉം 2000 ഒക്കെ പറയുന്നുണ്ട് സൈസിനനുസരിച്ച്. അപ്പം ഞങ്ങൾ ഇതൊരു ഒരെണ്ണം എടുത്തു. അപ്പോൾ ഇതിന് വീട്ടിൽ വന്നിട്ട് നമുക്കിനി ഫ്രെയിം ചെയ്ത് വെക്കണം. ഫ്രെയിം നമ്മൾ സെപ്പറേറ്റ് മേടിച്ചിട്ട് വെക്കാമെന്ന് കരുതി. പിന്നെ വരുന്ന വഴിയിൽ തന്നെ അവിടുത്തെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ കാന്താരി ഉപ്പിലിട്ടത് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേൻ നെല്ലിക്ക. അപ്പോൾ എനിക്ക് തേൻ നെല്ലിക്ക കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ വരുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫ്ലവർ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട്. ഫ്ലവർ ഗാർഡനിലേക്ക് വന്ന് ഇറങ്ങിയതും ഇവിടെ ഭയങ്കരമായിട്ടൊരു ചുഴലിക്കാറ്റ് പോലെ വന്നായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഭയങ്കര പൊടിക്കാറ്റാണ് അടിച്ചത്. അപ്പോൾ ഇവിടെയും വന്നിട്ട് ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്, 5:30 വരെയാണ് ടൈം ഉള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ഭക്ഷണം ഒന്നും കഴിക്കാതെയാണ് നിൽക്കുന്നത്. ഇപ്പം തന്നെ ഏകദേശം ഒരു 1-1:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം നിന്ന് ഒന്ന് ഫ്ലവേഴ്സൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പോകുന്ന വഴിയിൽ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമുക്ക് നല്ലൊരു മീൽസ് കിട്ടുന്ന കട ഞങ്ങൾ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ഈ ഏരിയയിലൊന്നും കടകളില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലേ കഴിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഫ്ലവർ ഗാർഡനിൽ കയറിയിട്ട് ഇതൊക്കെ കാണാമെന്ന് കരുതി. വെയിലിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ എന്നാലും വന്ന സ്ഥിതിക്ക് നമ്മളിതെല്ലാം കാണില്ല. നമ്മൾ ലൈഫിൽ ഒരിക്കലായിരിക്കും ഈ ഒരു സ്ഥലത്തൊക്കെ വരുന്നതല്ലേ. അപ്പോൾ വരുന്ന സമയത്ത് മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ എല്ലാം കയറി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചേക്കുന്ന പൂക്കളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു, അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെത് കൊണ്ടാണ് ഇത്രയും നന്നായിട്ട് പൂക്കൾ നിൽക്കുന്നത്. നമ്മുടെ ചെന്നൈയിലൊക്കെ ഇതൊക്കെ കൊണ്ടുവച്ചാൽ വളരത്തേ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് കുറേ നല്ല നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് പൂക്കളും ചെടികളും ഒന്നും തൊടാൻ പാടില്ല, ഒന്നും പറിക്കാനൊന്നും പാടില്ല എന്ന്. അപ്പം ഞാൻ ആമിയോട് പ്രത്യേകം പറഞ്ഞിരുന്നു, ഒന്നിലും തൊടരുത്, പറിച്ചെടുക്കരുത് എന്നൊക്കെ. അപ്പോൾ അവൾ അങ്ങനെ ശല്യമൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊരിടത്തും ഇരുന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് നടന്നതേ ഉള്ളൂ. ശരിക്കും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ആകെ ടയേർഡായി. ഞങ്ങൾക്ക് പിന്നെ തിരികെ പോയാൽ മതി. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ നല്ല ടയേർഡ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ വെയിലായ കാരണം കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ എനിക്ക് അങ്ങോട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോഴത്തേക്കും എത്രയോ നന്നായി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു മൊമെന്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ വന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ബോട്ടിങ്ങിൻ്റെ സെക്ഷനൊക്കെ കാണാൻ പറ്റും. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് അഡ്വഞ്ചർ പാർക്ക് വരുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകും. അപ്പോൾ അഡ്വഞ്ചർ പാർക്കിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജാണ് കണ്ടത്. അതിപ്പോൾ എന്തോ മെയിൻ്റനൻസ് കാരണം കൊണ്ട് നിർത്തി വെച്ചേക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു പാരാഗ്ലൈഡിങ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഹസ്ബൻഡ് കയറി. ഞാൻ കയറിയിട്ടില്ല, എനിക്ക് പേടിയാണ്. ഒരുപാട് ഹൈറ്റിലൊന്നും എനിക്ക് പോകാനൊന്നും പറ്റത്തില്ല കേട്ടോ, ഭയങ്കരമായിട്ട് തല കറങ്ങും. അപ്പോൾ ഇത് ഒരു ആളിന് 4000 രൂപയാണ് റേറ്റ്. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞത് ഇത് ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യണം, അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഹസ്ബൻഡ് പോയി. അപ്പോൾ അത് ഒരു 15 മിനിറ്റോളമാണ് അതിൻ്റെ സമയം പറയുന്നത്. 15 അല്ല, ഒരു 20-25 മിനിറ്റോളം ഹസ്ബൻഡിന് ടൈം കിട്ടി. അപ്പോൾ ഇത് ഈ എയറിലൂടെ ആണല്ലോ ഇത് പോകുന്നത്. അപ്പം നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കും, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണോ, നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ട് അവിടെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുക്കണം. ഒരു ഫോം തരും, അത് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ കയറ്റത്തുള്ളൂ. അതിലൊരു പ്രത്യേക ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് ഇതിൽ കയറുന്നതെന്നൊക്കെ. പിന്നെ അതിലിരിക്കുന്ന ആൾക്കാരൊക്കെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് എന്തായാലും പോയി, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പുള്ളി.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആമിയുടെ സെക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ അഡ്വഞ്ചർ പാർക്കിൽ തന്നെയാണ്, കിഡ്സിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അവൾക്ക് ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യിച്ചിട്ടൊന്നുമില്ല. അവൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ റൈഡുകളിലേക്കൊക്കെ കയറ്റിയിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെയും നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ബോട്ടിങ്ങിൻ്റെ സംഭവമുണ്ട്, കിഡ്സ് ബോട്ടിങ്. അപ്പോൾ ഇതിവിടെ എന്തോ കോംബോ ആയിട്ടുള്ളൊരു ഓഫറായിരുന്നു ഈ ഒരു സമയമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ കയറി. പിന്നെ ഈ കാണുന്ന റൈഡുകളിലൊക്കെ ആൾക്കാർ കയറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തല ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇതിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് പാരാഗ്ലൈഡിങ് ചെയ്തപ്പോൾ തന്നെ ആകെ ടയേർഡായി. പിന്നെ ഞങ്ങൾ തിരികെ വരുന്ന വഴിയിലാണ് ഭക്ഷണം കഴിച്ചത്. ഇപ്പോൾ ഏകദേശം 4 മണിയായിട്ടുണ്ട്. നല്ല വിശപ്പായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വിശപ്പ് മരവിച്ചൊരവസ്ഥയായിരുന്നു എന്നാണെങ്കിൽ പറയാം. അങ്ങനെ പിന്നെ എന്തായാലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ചിന്നൂസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. വാഗമണിൽ വരുന്നവർ മെയിനായിട്ട് ഇവിടെ വരുന്നൊരു ഹോട്ടലാണ് കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു. അവിടെ നിന്ന് നല്ലൊരു മീൽസൊക്കെ, നോൺ വെജ് മീൽസൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ വാഗമണ്ണിൽ വന്നിട്ട് ബോട്ടിങ്ങിൽ പോയില്ലെങ്കിൽ അതൊരു നഷ്ടമാണല്ലോ. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു ചേട്ടനാണ് ഞങ്ങൾക്ക് വള്ളം തുഴഞ്ഞു തന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ബോട്ടിങ്ങിന് പോയത് പൂവാറ് റിസോർട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ദൂരം ബോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും തൊട്ടപ്പുറത്ത് തന്നെ ഇതിൻ്റെ ഒരു പോർഷനിൽ ആമ്പൽ ചെടികൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്സ് വീഡിയോയും കൂടിയൊക്കെ ഇട്ടേക്കാം നമ്മുടെ ചാനലിൽ. നിങ്ങൾ ഓൾറെഡി ഷോർട്സ് വീഡിയോ കണ്ട് കാണുമല്ലോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ വാഗമണിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം പ്ലാൻ ചെയ്താൽ നമുക്ക് ഏകദേശം എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ട് പറ്റും. ഞങ്ങൾ 2 നൈറ്റ്സാണ് റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് നേരെ റൂമിലേക്ക് എത്തി. ഒരു 6 മണിയോട് അടുപ്പിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആമിക്ക് ഈ സ്വിമ്മിംഗ് പൂളാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അവൾക്ക് വന്ന ഉടനെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ വരണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും കൊണ്ടുവരാമെന്ന് കരുതി. ഇവിടെ വന്നപ്പോഴത്തേക്കും മറ്റുള്ള റൂമുകളിലുള്ള കൊച്ചു കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊന്ന് വെള്ളത്തിൽ കാല് നനച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ. എനിക്ക് പെട്ടെന്ന് കോൾഡും കൂടി വരുന്നത് കൊണ്ട്, ഓൾറെഡി വയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാൻ അധികം വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാല് നനച്ചായിരുന്നു നെക്സ്റ്റ് ഡേ. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേക്കും വീണ്ടും റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നറിനും ബൊഫേ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ ഞങ്ങൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യുന്ന ദിവസമാണ്. ഇപ്പോൾ 2 നൈറ്റ്സ് ആണല്ലോ നമ്മൾ നിന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങളിനി വേറൊരു ലൊക്കേഷനിൽ പോവുകയാണ്. എവിടെയാണ് പോയതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാം. പോകുന്ന വഴിയിൽ തന്നെ വാഗമണിൽ നമുക്ക് കവർ ചെയ്യാനുള്ള 1-2 സ്ഥലം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ഇത് തന്നെ ഇപ്പോൾ കുറച്ച് ലെങ്ത് കൂടിപ്പോയല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു തേയിലത്തോട്ടത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല എന്ന്. അപ്പോൾ ഇങ്ങോട്ടേക്ക് രാവിലെ എന്തായാലും ചെക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ വരാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇത് അടിപൊളി വ്യൂ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഡേ നമ്മൾ മിസ് ചെയ്തു എന്നാണെങ്കിൽ പറയാം. നമുക്ക് സൈറ്റ് സീയിങ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തു. അതാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്, കഴിഞ്ഞ ദിവസം സൺഡേ നിങ്ങൾ കണ്ടത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പാലറ്റ് റിസോർട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളിയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 9 മണി ആ ഒരു ടൈമിലാണ്. ഞങ്ങൾ 10 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ആ ഒരു തണുപ്പും ചെറിയൊരു മഞ്ഞും പിന്നെ ആ ഒരു വെയിലും കൂടിയുള്ളൊരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, മിക്സ് ചെയ്ത് വരുന്നൊരു ക്ലൈമറ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് കുറേ നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളിനി റൂമിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ റിസോർട്ട് കണ്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് ആ ഒരു തോട്ടം കണ്ടില്ലേ, തേയിലത്തോട്ടത്തിൻ്റെ തൊട്ട് പുറകിലാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ട്രിപ്പായിരുന്നു കേട്ടോ വാഗമൺ ട്രിപ്പ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ വാഗമണിൽ വരുന്നത്. ഞാനും അതെ, ഹസ്ബൻഡും അതെ. അപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാത്ത കുറേ നല്ല മൊമെൻറ്റ്സ് ഉള്ള ഒരു റിസോർട്ടാണിത്. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തതാണ്. പിന്നെ എല്ലാം കൊണ്ട് നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റിയാണ് ഫീൽ ചെയ്തത് കേട്ടോ. നമുക്ക് ആ ഒരു റിസോർട്ടിലുള്ള ആൾക്കാരാണെങ്കിലും അവിടുത്തെ ഒരു സർവീസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ അതേ നമ്മൾ തിരികെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ നേരെ പോയിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് താഴോട്ടേക്ക് വന്നത്. അങ്ങനത്തെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വെനസ്ഡേ വീണ്ടും വരുന്നുണ്ട്. നിങ്ങൾ മറക്കാതെ തന്നെ കാണുക.
വാഗമണിലെ അടുത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലവും നമ്മൾ പിന്നെ പോകുന്ന സ്ഥലത്തിനെ കുറിച്ചൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ പുതിയൊരു ലൊക്കേഷനിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.